ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനും മീനിങ്ങും ഒക്കെ പഠിച്ചതായിരുന്നു. നേച്ചർ ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. അതിനു മുന്നേ അക്കൗണ്ടിങ്ങിനകത്തെ രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആണ് ഏതൊക്കെയാണ്? ബിസിനസ് ട്രാൻസാക്ഷൻസും ഇവന്റ്സും. അപ്പോൾ നമുക്ക് അതിനെ പറ്റി ഒന്ന് നോക്കാം. All business transactions are events, but all events are not business transactions. എന്താണ്? ബിസിനസ്സിനുള്ളിലെ എല്ലാ ഇടപാടുകളും എല്ലാ ബിസിനസ് ഇടപാടുകളും ഇവന്റ്സ് എന്ന് പറയാം. പക്ഷേ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇവന്റ്സുകളും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് എന്നത് അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. അതായത് ആദ്യം ബിസിനസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയോ സ്റ്റേഷനറിയോ എന്തെങ്കിലും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ അവിടെ അങ്ങനെ ഒരു സ്റ്റോർ തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണല്ലോ. അപ്പൊ ആ ബിസിനസ് അങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ ബിസിനസ്സിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടാകണം. അപ്പൊ ബിസിനസ്സിനുള്ളിൽ എന്ത് നടക്കണം? ട്രാൻസാക്ഷൻസ് നടക്കണം. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്? ബൈയിങ് ആൻഡ് സെല്ലിങ്, പിന്നെ എന്താണ്? അഡ്വർടൈസ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ ആ കട വാടകയ്ക്കാണ് എടുത്തതെങ്കിൽ അതിന്റെ റെന്റ് കൊടുക്കുന്നത്. അങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് അതിനുള്ളിൽ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ പലതരം ബിസിനസ്സുകളും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ട്രേഡിംഗ് ബിസിനസ്സുകളുണ്ട്, പിന്നെ മാനുഫാക്ചറിങ് ബിസിനസ്, അങ്ങനെ കുറെ ഉണ്ട്. സോ ആ ബിസിനസ് എന്താണ്? ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി കൂടിയാണ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു? ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഇവന്റ്സ്, ബട്ട് ഓൾ ഇവന്റ്സ് ആർ നോട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതായത് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും, എല്ലാ വ്യാപാര ഇടപാടുകളും സാമ്പത്തിക സംഭവങ്ങൾ ഓർ ഇവന്റ്സ് ആണ്. ഇപ്പൊ ഒരാളുടെ മരണം, ബിസിനസ്സിനുള്ളിലെ മാനേജർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന്റെ മരണം, അതൊരു സംഭവമാണ്. പക്ഷെ അതൊരു ട്രാൻസാക്ഷനുള്ളിൽ കണക്കാക്കാൻ പറ്റില്ല. കാരണം മരണം എന്ന് പറയുന്നത് ഒരു ഇടപാടല്ല. കാരണം അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന പണത്തിന്റെ ബേസിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല. സോ എല്ലാ ബിസിനസ് ഇടപാടുകളും ഇവന്റുകളാണെന്ന് നമുക്ക് പറയാം. എന്നാൽ എല്ലാ ഇവന്റുകളും ബിസിനസ് ഇടപാടുകളാണെന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? എക്കണോമിക് ഇവന്റ്സ് ആണ്. എന്താണ് എക്കണോമിക് ഇവന്റ്സ് നോക്കാം. Business organizations involves economic events. An economic event is known as a happening of consequences to a business organization which consists of transactions and events which are measurable in monetary terms. For example, purchase of machinery, installing and keeping it ready for manufacturing is an event which comprises number of financial transactions such as buying a machine, transportation of machine, site preparation for installation of a machine, expenditure incurred on its installation and ട്രയൽ റൺസ്. അപ്പൊ എന്താണ് എക്കണോമിക് ഇവന്റ്സ്? എക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തിക സംഭവങ്ങൾ. അതായത് എന്താണ്? ബിസിനസ് ഓർഗനൈസേഷൻസ് ഇൻവോൾവ്സ് എക്കണോമിക് ഇവന്റ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എക്കണോമിക് ഇവന്റ്സ് അതായത് സാമ്പത്തിക സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. An economic event is known as a happening or consequences to a business organization which consists of transactions and events which are measurable in monetary terms. അതായത് എന്താണ്? ഒരു എക്കണോമിക് ഇവന്റ് എന്നത് ബിസിനസ്സിൽ നടക്കുന്നതും പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ കഴിയുന്നതുമായ ഒന്നാണ്. എക്സാമ്പിൾ എന്താണ്? ഒരു മെഷീനറി വാങ്ങുന്നത് അതൊരു ട്രാൻസാക്ഷൻ ആണ്. ഇനി ആ മെഷീനറി വാങ്ങുന്നതും അത് ആ സ്ഥാപനത്തിൽ സ്ഥാപിക്കുന്നതും അതിന്റെ ഇൻസ്റ്റലേഷൻ, പിന്നെന്താണ്, അങ്ങനെയുള്ളതെല്ലാം ഒരു സാമ്പത്തിക എക്കണോമിക് ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. അതുപോലെ തന്നെ ആ മിഷനറിയുടെ ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, അതിന് ചെലവായ തുക, ഇതെല്ലാം സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇഫ് ആൻ ഇവന്റ് ഇൻവോൾവ്സ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ആൻ ഔട്ട്സൈഡർ ആൻഡ് ഓർഗനൈസേഷൻ ദീസ് ആർ നോൺ ആസ് എക്സ്റ്റേണൽ ഇവന്റ്സ്. അതായത് എന്താണ്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ ഒരു ഓർഗനൈസേഷനും പിന്നെ പുറത്തുള്ള ഔട്ട്സൈഡേഴ്സും തമ്മിൽ ആയോണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്റ്റേണൽ ഇവന്റ്സ് എന്നും വിളിക്കാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? മന്ത്ലി റെന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ സപ്ലൈസിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത്, സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നത്, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒന്നാണ്. എക്സ്റ്റേണൽ ഇവന്റ്സ് കഴിഞ്ഞ് പിന്നെ ഇന്റേണൽ ഇവന്റ്സ് എന്താണെന്ന് നോക്കാം. ഇന്റേണൽ ഇവന്റ് ഈസ് ആൻ എക്കണോമിക് ഇവന്റ് ദാറ്റ് ഒക്കേഴ്സ് എൻറ്റയർലി ബിറ്റ്വീൻ ദ ഇന്റേണൽ ബീങ്സ് ഓഫ് ആൻ എന്റർപ്രൈസ്. എക്സാമ്പിൾസ് എന്താണ്? സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ഓർ കമ്പോണൻസ് ബൈ ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ എന്താണ്? പേയ്മെന്റ് ഓഫ് വേജസ് ടു ദ എംപ്ലോയീസ്.
അപ്പൊ എന്താണ് സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന ഒരു സാമ്പത്തിക സംഭവമാണ്. എക്സാമ്പിൾ എന്താണ്? സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഓർ കമ്പോണൻസ് ബൈ ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടു ദ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്, പേയ്മെന്റ് ഓഫ് വേജസ് ടു ദ എംപ്ലോയീസ്. അതായത് സ്റ്റോറുകളിൽ നിന്ന് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ വിതരണം, തിരിച്ച് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റോറുകളിലേക്കുള്ള റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ തുടങ്ങിയവയാണ്. അപ്പൊ സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് ഡിറ്റർമൈനിങ് വാട്ട് ട്രാൻസാക്ഷൻസ് ടു റെക്കോർഡ്, that is to identify events which are to be recorded. It involves observing activities and selecting those events that are considered financial character and related to the organization. അതായത് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുകയാണ്, തിരിച്ചറിയുകയാണ് എന്തിനാണ് ബിസിനസ്സിൽ ഏതൊക്കെ ഇടപാടുകളാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇവിടെ ആക്ടിവിറ്റീസിനെ ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഇതിൽ രേഖപ്പെടുത്തേണ്ടവ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ദോസ് ഇവന്റ്സ് ദാറ്റ് ആർ കൺസിഡേർഡ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, അതായത് സാമ്പത്തിക സ്വഭാവമുള്ളത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവന്റ്സുകൾ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുകയുള്ളൂ. അതിനുള്ള നെക്സ്റ്റ് പോയിന്റ് എന്താണ്? മെഷർമെന്റ് ആണ്. മെഷർമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ഇൻക്ലൂഡിംഗ് എസ്റ്റിമേറ്റ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ് ബൈ യൂസിംഗ് മോണിറ്ററി യൂണിറ്റ്. അതായത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ ഇവിടെ രേഖപ്പെടുത്തുകയുള്ളൂ. ഉദാഹരണം എന്താണ്? സാധനങ്ങളുടെ വിൽപ്പന, അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങുക തുടങ്ങിയവയൊക്കെ. അതിനുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് റെക്കോർഡ് എന്ന് പറയുന്നത്. വൺസ് ദ എക്കണോമിക് ഇവന്റ്സ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്, ദീസ് ആർ റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ മോണിറ്റർ ടേംസ് ആൻഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് സാമ്പത്തിക സംഭവങ്ങൾ തിരിച്ചറിയുന്നതിനും ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ് അതിനെ മെഷർ ചെയ്യുക, അളക്കുകയും ചെയ്തതിനു ശേഷം അവ എന്താണ് ഒരു ക്രോണോളജിക്കൽ ഓർഡർ, അതായത് കാലക്രമത്തിൽ അതിനെ എന്താണ് അക്കൗണ്ട്, അതായത് ഒരു ജേണലിൽ, ഒരു ബുക്ക് ഓഫ് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നു. ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് ലാസ്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ദ എക്കണോമിക് ഇവന്റ്സ് ആർ ഐഡന്റിഫൈഡ്, മെഷേർഡ് ആൻഡ് റെക്കോർഡ് ഇൻ ഓർഡർ ടു ദാറ്റ് ദ പെർട്ടിനന്റ് ഇൻഫോർമേഷൻ ഈസ് ജനറേറ്റഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ എ certain form to management and other internal and external users. The information is regularly communicated through accounting reports. അപ്പൊ എന്താണ്? സാമ്പത്തിക സംഭവങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആശയവിനിമയം. ആശയവിനിമയം ഇവിടെ സാമ്പത്തിക സംഭവങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ അളന്ന് രേഖപ്പെടുത്തിയ ശേഷം പ്രധാനപ്പെട്ട വിവരങ്ങൾ തയ്യാറാക്കുകയും അത് മാനേജ്മെന്റിന് മറ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് കൈമാറുകയും ചെയ്യുന്നു. ഈ വിവരങ്ങൾ സാധാരണയായി അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഓർഗനൈസേഷൻ. Organization refers to a business enterprise, whether for profit or non-profit motive. അപ്പൊ എന്താണ്? ഓർഗനൈസേഷൻ എന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസിനെ സൂചിപ്പിക്കുന്നു. വെദർ ഫോർ പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ് മോട്ടീവ്, അതായത് അത് ലാഭത്തിനാണെങ്കിലും അല്ലെങ്കിലും സർവീസ് ആയിട്ടോ, അതായത് ചാരിറ്റി പർപ്പസിന് വേണ്ടിയൊക്കെ നടത്തുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും അവിടെ അങ്ങനെയുള്ള ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അവിടെ എന്ത് വേണം? അക്കൗണ്ടിങ് അത്യാവശ്യമാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ലെവൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ, ഇറ്റ് ക്യാൻ ബി എ സോൾ പ്രൊപ്പറേറ്ററി കൺസേൺ പാർട്ണർഷിപ്പ് ഫേം. അതായത് ധാരാളം ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ സൈസ് ഓഫ് ആക്ടിവിറ്റീസ്, ലെവൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ബിസിനസ് ഓർഗനൈസേഷനെ നമുക്ക് എന്താക്കാം? പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ രീതിയിൽ? സോൾ പ്രൊപ്പറേറ്ററി കൺസേൺ, പാർട്ണർഷിപ്പ് ഫേം, പിന്നെന്താണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, ലോക്കൽ അതോറിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ എനി അതർ അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ്. എന്താണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്? According is a means by which necessary financial information about business enterprise is communicated and is also called the language of business. Many users need financial information in order to make important decisions. These users can be divided into two broad categories: internal users and external users. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ചുള്ള ആവശ്യമായിട്ടുള്ള സാമ്പത്തിക വിവരങ്ങൾ, ഇൻഫോർമേഷൻസ് കൈമാറുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ അക്കൗണ്ടിംഗ് എന്നത്. എന്റർപ്രൈസ് ഈസ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഈസ് ഓൾസോ കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അതായത് എന്താണ്? ഇതിനെ ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് വിളിക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നതിനായ പല യൂസേഴ്സിനും സാമ്പത്തിക വിവരങ്ങൾ ആവശ്യമാണ്.
Many users need financial information in order to make important decisions. These users can be divided into two broad categories. അപ്പോൾ ഇങ്ങനെയുള്ള യൂസേഴ്സിനെ എന്താണ് രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ യൂസേഴ്സിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഇന്റേണൽ യൂസേഴ്സ് ഇൻക്ലൂഡ് ചീഫ് എക്സിക്യൂട്ടീവ്, financial officer, vice president, business unit managers, plan managers, store managers, line supervisors, etc. ഇനി external usersനകത്ത് വരുന്നതോ external users include present and potential investors, പിന്നെ ആരാണ് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ലെൻഡേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, റെഗുലർലി ഏജൻസീസ് തുടങ്ങിയവയൊക്കെയാണ് എന്ത് എക്സ്റ്റേണൽ യൂസേഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് നേച്ചർ ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്.